ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അടൂർ പ്രകാശിനൊപ്പം ദില്ലിയിൽ സോണിയാഗാന്ധിയെ കണ്ടത് സമ്മതിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി. കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അടൂർ പ്രകാശിനെ ഉടൻ ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തുടർന്ന് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് SITയുടെ നീക്കം. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടൂർ പ്രകാശിനൊപ്പം സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിനൊപ്പമാണ് സോണിയാഗാന്ധിയെ കണ്ടത്. അപ്പോൾ ഗോവർദ്ധൻ ഉണ്ടായിരുന്നു, പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. ഇക്കാര്യം ചിത്രങ്ങൾ തന്നെ വെളിവാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തിന് പോയി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത് എന്തിന്? അതിൽ അടൂർ പ്രകാശിന്റെ റോൾ എന്തായിരുന്നു? ഈ ഗോവർദ്ധനും ഭണ്ഡാരിയും അടക്കമുള്ളവർക്ക് എന്തായിരുന്നു റോള്? സോണിയാഗാന്ധിയെ കണ്ടതിന് ശേഷം നടന്നതെന്ത്? ഇക്കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും SITയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നലെ സമ്മതിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശുമായി ഒരുമിച്ച് തന്നെയാണ് പോയെന്നുള്ള കാര്യം. തീർച്ചയായും സിജു, ഏതായാലും ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയതും ചോദ്യം ചെയ്തതും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയായിരുന്നു. ദില്ലി യാത്രയും സോണിയാഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും തന്നെയായിരുന്നു പ്രധാനമായും SIT ചോദിച്ചതിൽ ഒന്ന് എന്ന് പറയുന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ചിട്ടുണ്ട് താൻ ദില്ലിയിലേക്ക് പോയി എന്നുള്ള കാര്യവും അടൂർ പ്രകാശിനൊപ്പമാണ് എത്തി സോണിയാഗാന്ധിയെ കണ്ടത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആ ചിത്രങ്ങൾ പുറത്തു വന്നതിൽ നിന്ന് വ്യക്തമാണ് സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള ഗോവർദ്ധനുമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒപ്പമുള്ള മറ്റ് രണ്ട് രാഷ്ട്രീയ നേതാക്കൾ, ഒന്ന് UDF കൺവീനർ കൂടിയായിട്ടുള്ള അടൂർ പ്രകാശ് MP-യും മറ്റൊന്ന് ആന്റണി MP-യുമാണ്. അതിൽ അടൂർ പ്രകാശ് ഇതിനകം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് താനല്ല ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത്. പോറ്റി വിളിച്ചപ്പോൾ തന്റെ മണ്ഡലത്തിലെ വ്യക്തി എന്നുള്ള നിലയിൽ അതിനൊപ്പം പോവുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് ലഭിച്ചത്, അതോടൊപ്പം തന്നെ ആരാണ് ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് SIT ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്, ചോദ്യം ചെയ്യലിൽ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, ഈ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ SIT ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അടൂർ പ്രകാശിനെ എത്രയും വേഗം ചോദ്യം ചെയ്യാനാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. കാരണം തിങ്കളാഴ്ച ഇതിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകേണ്ടതുണ്ട് SITക്ക്. അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാക്കാനാണ് നിലവിൽ SIT ആലോചിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. അല്ലാത്ത പക്ഷം ഇനിയിപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം മാറ്റണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. പരമാവധി വേഗത്തിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ചോദ്യം ചെയ്യൽ കൂടി നടത്താനുള്ളൊരു നീക്കം നടത്തുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ അതിനി ഇപ്പോൾ നോട്ടീസ് നൽകേണ്ടത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. നോട്ടീസ് നൽകുമ്പോൾ സ്വാഭാവികമായും നോട്ടീസ് നൽകുന്ന ദിവസം തന്നെ അടൂർ പ്രകാശ് എത്തണമെന്നില്ല. സാവകാശം തേടാനുള്ള സാധ്യത അടക്കം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് സാധ്യതകളും മുന്നിൽ നിർത്തി തന്നെയാണ് ഇപ്പോൾ SIT മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടം എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. സിജു, ഷിജ, ഇതിനകത്ത് അന്ന് ഈ ചിത്രങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അതോടൊപ്പം അടൂർ പ്രകാശിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് അടൂർ പ്രകാശ് പറഞ്ഞത് തൻ്റെ മണ്ഡലത്തിലുള്ള ഒരാൾ വിളിച്ചപ്പോൾ പോയി എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം താനല്ല കൊണ്ടുപോയത്, പോറ്റിയാണ് തന്നെ വിളിച്ചു കൊണ്ടുപോയത്. അങ്ങനെ പറയുന്ന ന്യായം അത് ശരി അംഗീകരിച്ചു കൊടുക്കാമെങ്കിൽ എങ്ങനെയാണ് പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അടക്കമുള്ളവർ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി മോഷ്ടിച്ച മുതൽ വാങ്ങിയത് ഈ പറയുന്ന ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയുമാണ്, അവരോടൊപ്പം എങ്ങനെയാണ് അന്നത്തെ MP ആയിരുന്ന ഇപ്പോൾ UDF കൺവീനറായ അടൂർ പ്രകാശ് എത്തിച്ചേരുന്നത്? സ്വാഭാവികമായും ചോദ്യങ്ങളുടെ നിരവധി ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ആ ചോദ്യം ഉണ്ടാകും. എന്താണ് പങ്കജ് ഭണ്ഡാരിക്കും അതോടൊപ്പം തന്നെ ഗോവർദ്ധനും അടൂർ പ്രകാശുമായിട്ടുള്ള ബന്ധം? അവർ കൂടി ഉണ്ടായിരുന്നല്ലോ. ഈ ചോദ്യങ്ങളടക്കം ചോദിക്കുമായിരിക്കുമല്ലോ അന്വേഷണ സംഘം. അന്വേഷണ സംഘം ഇതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഇതിനകം തന്നെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും അന്വേഷണത്തിന്റെ രഹസ്യാത്മക സ്വഭാവം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രമാണുള്ളത്. കാരണം അതിന്റെ ഇത്തരത്തിൽ ഈ ഒരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ചു എന്നുള്ള കാര്യം SIT വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അന്വേഷണത്തിന്റെ ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിശദാംശങ്ങൾ സ്വാഭാവികമായും ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് നൽകുന്നതിൽ SIT ആ രീതിയിൽ പുറത്തേക്ക് നൽകുകയില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. കാരണം ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നും ആ രീതിയിൽ തന്നെയാണ് അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് നൽകുന്ന ഒരു രീതി അത് SITക്കില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഇതിനകം തന്നെ SIT ചോദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളിലേക്ക് കടക്കുവാൻ തന്നെയാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്.